പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഷെയ്മസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ഷെയ്മസ് ഡബ്ല്യുമായിട്ടുള്ള എല്ലാ കരാറുകളും അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളിൽ പല കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ തന്നെ ആ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്മസിൻ്റെ ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റൂമർ റിപ്പോർട്ട് ഷെയ്മസ് AEWയുമായിട്ട് കോൺട്രാക്റ്റിലേക്ക് എത്താൻ വലിയ സാധ്യതകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്മസുമായിട്ട് അടുത്തുള്ള വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് നല്ലൊരു കോൺട്രാക്റ്റ് വരികയാണെങ്കിൽ ഒരു ഷോർട്ട് ടേമിലേക്ക്, അതായത് വലിയ ഡീലൊന്നും ആയിരിക്കില്ല, മിക്കവാറും ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം ഷെയ്മസ് AEWയുമായിട്ട് കൈകൊടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ WWE ബാക്ക് സ്റ്റേജിലെ ഒരു ഹയർ ഒഫീഷ്യൽ TKO എന്ന് പറയുന്ന മാനേജ്മെൻറ്റിനോട് ഷെയ്മസിനെ കോൺട്രാക്റ്റിലേക്ക് എത്തിക്കാൻ സാധിക്കാതിരുന്നതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെതായ അമർഷം അറിയിച്ചിട്ടുണ്ട്. ഷെയ്മസ് കമ്പനിക്ക് എത്രത്തോളം മൂല്യമുള്ള റെസ്ലറാണ് എന്നുള്ളത് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ബാക്ക് സ്റ്റേജിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ സാധിച്ചു. അപ്പോൾ ബാക്ക് സ്റ്റേജിൽ വലിയ ഒരു ഹയർ ഒഫീഷ്യൽ തന്നെ ഷെയ്മസിനെ കമ്പനിയിലേക്ക് തിരിച്ചെടുക്കണം, ഷെയ്മസിനെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള നിലയിലേക്ക് ഒരു സാഹചര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഇതുകൂടാതെ AEWയിൽ നിലവിൽ ഒരു കമൻറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന WWE ഹോൾ ഓഫ് ഫെയിമർ കൂടിയായ ജിം റോസ് എന്ന് പറയുന്ന കമൻറ്റേറ്റർ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ ഇപ്പോൾ പറഞ്ഞത് ഷെയ്മസ് AEWയിലേക്ക് ഉടനെ വരും എന്നുള്ളതാണ്. നിലവിൽ ഷെയ്മസിൻ്റെ ഒരു നോൺ കോമ്പീറ്റീവ് ക്ലോസ് ഇല്ല. അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കാതെയാണ് അദ്ദേഹം കമ്പനി വിടാനുള്ള ഒരു തീരുമാനം എത്തിയത്. റിലീസ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു റെസ്ലിംഗ് കമ്പനിയുമായിട്ട് എപ്പോൾ വേണമെങ്കിലും സൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്തകളാണ് ഷെയ്മസിനെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സർവൈവർ സീരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റിനെ സംബന്ധിച്ചാണ്. 2026 സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവന്റ് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതും ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവന്റ് നടക്കുന്ന ഒരു സമയത്ത് 2026 അതായത് ഈ വർഷത്തിലെ സർവൈവർ സീരീസ് ഒരു ഇന്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവന്റ് ആയിട്ട് നടത്താൻ WWE പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചില്ല. ഏത് രാജ്യത്ത് എവിടെ വെച്ച് നടത്തണം എന്നുള്ളതിലേക്ക് അവർക്കൊരു കൃത്യതയിലേക്ക് എത്താൻ സാധിച്ചില്ല. അതുമാത്രമല്ല അമേരിക്കയിൽ വെച്ച് തന്നെ ഈ വർഷത്തെ സർവൈവർ സീരീസ് എവിടെ വെച്ച് നടത്തണം എന്നുള്ളതിലേക്കും നിലവിൽ അവർ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് സർവൈവർ സീരീസ് ഈ വർഷം നടത്താൻ വേണ്ടി അവർ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോസ്റ്റൺ സ്പോർട്സ് അതോറിറ്റിയുമായിട്ട് ഫിനാൻഷ്യലി അവർക്കൊരു നല്ലൊരു ഒരു ഡിസ്കഷൻ നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിലേക്ക് എത്തുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഉറപ്പില്ല എന്നുള്ള തലത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. 2026 സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവന്റിൻ്റെ ലൊക്കേഷനെ സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സർവൈവർ സീരീസ് നടക്കുമോ നടക്കില്ലയോ എന്നുള്ളത് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു കൺഫേം ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിലൂടെ അറിയാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നലെ നടന്ന AEWൻ്റെ ബീച്ച് ബ്രേക്ക് എന്ന് പറയുന്ന ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡിൻ്റെ സ്പെഷ്യൽ എഡിഷനിൽ ജാക്ക് പെറി എന്ന് പറയുന്ന റെസ്ലറിനെ AEW കോൺട്രാക്റ്റിൽ പുതുക്കുന്നതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അവർ പങ്കുവെക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങളായിട്ട് ജംഗിൾ ബോയ് ജാക്ക് പെറി എന്ന് പറയുന്ന റെസ്ലറിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് AEW വിടാൻ പോകുകയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പല കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്ന രീതിയിലേക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് ജംഗിൾ ബോയ് ജാക്ക് പെറി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതൊരു സ്റ്റോറി ലൈൻ്റെ ഭാഗമാക്കി ടെലിവിഷനിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. WWE ഒരിക്കലും ജംഗിൾ ബോയ് ജാക്ക് പെറിയെ WWE കൂടാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് നിലവിൽ റെസ്ൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, CM പങ്ക് കമ്പനിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളായതുകൊണ്ടും CM പങ്ക് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയതുകൊണ്ടും ജാക്ക് പെറി എന്ന് പറയുന്ന റെസ്ലറിനെ ഒരിക്കലും CM പങ്ക് ഉള്ള കാലത്തോളം WWEയിലേക്ക് അടുപ്പിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ളൊരു ഡിസ്കഷൻ പോലും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാക്ക് പെറിയുടെ ഈ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സമയത്ത് WWE ചിലപ്പോൾ ഒരു കോൺട്രാക്റ്റ് ജാക്ക് പെറിക്ക് മുന്നിലേക്ക് വെച്ചേക്കാം എന്നുള്ളൊരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു. ആ റൂമർ റിപ്പോർട്ടുകളെ അപ്പാടെ തള്ളിക്കളയുന്ന ഒരു വാർത്തയാണ് നിലവിൽ റെസ്ൽ വേർഡ്സ് പങ്കുവച്ചിട്ടുള്ളത്. നാലാമത്തെ അപ്ഡേറ്റ് 2 ദിവസം മുൻപ് റോക്കിൻ്റെ പുതിയ സിനിമയായ മുവാന എന്ന് പറയുന്ന ഡിസ്നിക്ക് വേണ്ടിയിട്ടുള്ള സിനിമയുടെ ഒരു പ്രീമിയർ നടക്കുകയുണ്ടായി. ആ പ്രീമിയർ റോക്കിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കോഡി റോഡ്സ് എന്ന് പറയുന്ന സൂപ്പർ താരവും സെത്ത് റോളിൻസ് ബെക്കി ലഞ്ച് എന്ന് പറയുന്ന സൂപ്പർ പവർ കപ്പിൾസും അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഫോട്ടോസൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റ് മുൻ WWE താരങ്ങളൊക്കെ അതിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെലീന വെഗയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോക്കും കോഡി റോഡ്സും എത്തിയിട്ടുള്ള ഫോട്ടോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ റോക്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ളൊരു മത്സരത്തിൻ്റെ സാധ്യതയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. അത് റോക്കിൻ്റെ
പുതിയ സിനിമയുടെ വേൾഡ് പ്രീമിയറിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു ഫോട്ടോ മാത്രമാണ്. റോക്കിൻ്റെ തിരിച്ചറിവിൻ്റെ സൂചന നൽകുന്ന യാതൊരുവിധ അപ്ഡേറ്റുകളും നിലവിൽ പുറത്തേക്ക് വരുന്നില്ല. അഞ്ചാമത്തെ അപ്ഡേറ്റ് സമ്മർ സ്ലാം 2026 ടിക്കറ്റ് സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അത്ര പോസിറ്റീവായിട്ടുള്ള വാർത്തകളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റസൽ ടിക്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ഇപ്രാവശ്യത്തെ സമ്മർ സ്ലാമിൻ്റെ ഒരു ടിക്കറ്റ് സെയിൽസുമായി ബന്ധപ്പെടുത്തിയിട്ട് ലേറ്റസ്റ്റായി പങ്കുവച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ആദ്യ ദിവസം 22,000 ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസത്തിൽ 23,500 അടുത്തേക്ക് ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഓർക്കേണ്ടത് 70,000-ഓളം കാണികളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് സമ്മർ സ്ലാം 2026 നടക്കുന്നത് എന്നാണ്. കഴിഞ്ഞ വർഷത്തെ സമ്മർ സ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ആ വിറ്റഴിക്കപ്പെട്ട ടിക്കറ്റുകളുടെ പകുതിയിലേക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല. 50,000-ൽ അധികം ടിക്കറ്റുകൾ കഴിഞ്ഞ 2 വർഷം 2025-ലും 2024-ലും സമ്മർ സ്ലാമിന് വേണ്ടി വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോലും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമ്മർ സ്ലാമിന് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സമ്മർ സ്ലാം 2026 കാണാൻ ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, മാച്ച് കാർഡ്സ് കൃത്യമായിട്ട് കൺഫേം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ റെസ്ലേഴ്സിൻ്റെയും ആരാധകർ അവരുടെ റെസ്ലറിൻ്റെ മത്സരം ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ടായിരിക്കണം ചിലപ്പോൾ ആ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ബാധ്യസ്ഥനാകുക. രണ്ടാമത്തേത് ടിക്കറ്റ് പ്രൈസ് ആണ്. നമുക്കറിയാം TKO ഏറ്റെടുത്തതിന് ശേഷം ടിക്കറ്റ് പ്രൈസ് നല്ലതുപോലെ അവർ ഉയർത്തിയിട്ടുണ്ട്. ഈ കുത്തനെ ഉയർന്ന ടിക്കറ്റ് വാങ്ങാൻ അമേരിക്കൻ ഓഡിയൻസ് തയ്യാറാകുന്നില്ല. അത്രയും നല്ലൊരു ഷോ ഒന്നുമല്ല WWE ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു തുക കൊടുത്തിട്ട് ഈ ഷോ കാണാൻ വരണോ എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. ഹൈലൈറ്റ്സ് മാത്രം കണ്ടാൽ മതിയില്ലേ എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് സമ്മർ സ്ലാം 2026 ടിക്കറ്റ് സെയിൽസ് നല്ലതുപോലെ ഇടിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. WWE എങ്ങനെ ഇതിനെ തരണം ചെയ്യുമെന്നുള്ളത് ഇനി വരുന്ന വീക്കിലി എപ്പിസോഡ്സിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ആറാമത്തെയും അവസരത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ CM പങ്കിനെ സംബന്ധിച്ചാണ്. CM പങ്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷം CM പങ്കിനെ സംബന്ധിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു ഷോർട്ട് റൺ ആയിരിക്കുമോ ലോങ് റൺ ആയിരിക്കുമോ CM പങ്കിന് ഈ ഒരു വേൾഡ് ടൈറ്റിൽ ഉപയോഗിച്ച് കിട്ടാൻ പോകുന്നത് എന്നാണ്. നിലവിൽ റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് ട്വിറ്റർ ഹാൻഡിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ CM പങ്കിന് ഈ ഒരു ലോങ് റൺ ആയിരിക്കും ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത് എന്നാണ്. അതായത് 1 മാസത്തിനുള്ളിലൊന്നും CM പങ്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പരാജയപ്പെടുന്നതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതിനർത്ഥം സമ്മർ സ്ലാമിൽ CM പങ്ക് ആർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്താലും അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ് ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ. മറ്റൊരു അപ്ഡേറ്റ് CM പങ്കിനെ സ്മാക്ഡൗണിലേക്ക് കൂടുമാറ്റിയതിനെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ അമേരിക്കയിൽ USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന TV-യിലാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു കൊല്ലമായിട്ട് CM പങ്കിനെ സ്മാക്ഡൗണിലേക്ക് വേണമെന്നുള്ളത് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് പ്രകാരം കൂടിയാണ് CM പങ്കിനെ ചാമ്പ്യനാക്കിക്കൊണ്ട് സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് കൊണ്ടുവരുന്നത്. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് സ്മാക്ഡൗണിൽ നിരന്തരമായിട്ട് CM പങ്ക് വരും എന്നുണ്ടെങ്കിലും റോയിലെ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസുകൾക്ക് കുറവുണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നാണ്. ചില റോ എപ്പിസോഡ് സ്പെഷ്യലായിട്ടുള്ള റോ എപ്പിസോഡ്സിൽ CM പങ്ക് റോയ്ക്ക് വേണ്ടിയിട്ടും അപ്പിയർ ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇനി ബ്ലൂ ബ്രാൻഡിൻ്റെ ഒരു റെസ്ലർ എന്നുള്ള നിലയിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ഇത് മാത്രമല്ല ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്സിലേക്കൊക്കെ CM അങ്ങനെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പാർട്ട് ടൈം റെസ്ലർ അല്ല, ഒരു ഫുൾ ടൈം റെസ്ലറായി തന്നെ ഫുൾ ടൈം സ്റ്റോറി ലൈൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ചാമ്പ്യനായിട്ട് തിരികെ വന്നിട്ടുള്ളത്. സ്മാക്ഡൗൺ എപ്പിസോഡ്സിൽ മാത്രമല്ല അദ്ദേഹം ലൈവ് ഇവൻറ്റ്സുകളിലും മത്സരിക്കാനുള്ള നിലവിലെ ഒരു രീതിയിലേക്കാണ് അദ്ദേഹം തിരിച്ചിരുന്നത്. ഇത് CM പങ്ക് തന്നെ സ്റ്റോറി ഇട്ടുകൊണ്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ ഒരു ഫുൾ ടൈം CM പങ്കാണ് ചാമ്പ്യനായിട്ട് തിരികെ വരുന്നത്. പാർട്ട് ടൈം റെസ്ലേഴ്സിന് ചാമ്പ്യൻഷിപ്പ് കൊടുത്തു കമ്പനി നഷ്ടത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കമ്പനി കുത്തുപാളയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഒരു ഫുൾ ടൈം കരിയർ തന്നെയായിരിക്കും ചാമ്പ്യൻ ആയതിനു ശേഷം CM പങ്ക് എടുക്കുക എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം. നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ CM പങ്ക് അപ്പിയർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.